ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ബട്ടർ ചിക്കനാണ്. അത് ചെറിയ ക്വാണ്ടിറ്റി ഒന്നും അല്ല കേട്ടോ, 5 കിലോ ചിക്കൻ്റെ ബട്ടർ ചിക്കനാണ്. അപ്പോൾ 5 കിലോ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ മീറ്റ് ഇത് വേണ്ട 3-3.5 കിലോ ഉണ്ട് കേട്ടോ. 3 കിലോ പിടിച്ചോ, കാരണം വട്ടും കരളും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി, കയ്യും കാലും അങ്ങനെയുള്ളതൊക്കെ മാറ്റിയിട്ട് നല്ല പീസെല്ലാം എടുത്തു. 3 കിലോത്തിലധികം ഉണ്ടാവും. അപ്പം ബട്ടർ ചിക്കൻ ഇത്ര ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മോൻ്റെ കോളേജിൽ, മോൻ ഐസാറ്റിലാണ് പഠിക്കുന്നത്, ലാസ്റ്റ് ഇയറാണ്. അപ്പോൾ മോൻ്റെ കോളേജിൽ നാളെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ മോൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒരാഴ്ചയായി പറയണം എൻ്റെ ചെവി തരണം കേട്ടോ, നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു, ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ബട്ടർ ചിക്കൻ മതി അമ്മേ. 2 തവണ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളൂ. അവന് വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണത്. ഞാനധികം ഇഷ്ടപ്പെടാറില്ല കേട്ടോ അതിൽ. അപ്പോൾ അതുപോലെ ഒരു 10-20 പേർക്കുള്ള ബട്ടർ ചിക്കൻ റെഡിയാക്കി കൊടുത്താൽ മതി. പൊറോട്ട അവൻ മേടിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ ഇന്ന് രാത്രി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ 1 മണി 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1-1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കണത്. നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഇതിനെ. ഓക്കെ. അപ്പോൾ അതിനായിട്ടുള്ള ചിക്കൻ ഇതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ 5 കിലോ ഉണ്ട്. ഇതിൽ നിന്ന് നല്ല പീസ് നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്. എന്നാലും ഒരു 90% ഞാൻ എടുക്കും. ബാക്കി വട്ടും കരളും അങ്ങനെയുള്ളതൊക്കെ മാറ്റുള്ളൂ. അപ്പോൾ നമുക്കിന്നൊരു 8ൻ്റെ പണിയാണ്. ഇത് രാത്രിയാണ് റെഡിയാക്കുന്നത്. നാളെ കാലത്തെ നമുക്ക് കോളേജിൽ എത്തിക്കണം ഇത്. അപ്പോൾ രാത്രി ഒരു 10 മണിയാകുമ്പോഴേ ഞാൻ റെഡിയാക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണിയായി, കഴുകി നീറ്റാക്കിയൊക്കെ വെച്ച് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് കേട്ടോ. ബട്ടർ ചിക്കനാണ്, 5 കിലോ ചിക്കൻ്റെ ബട്ടർ ചിക്കൻ. അപ്പോൾ ഞാൻ ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് കാശ്മീരി മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കസ്തൂരി മേത്തി കുറച്ചിട്ടിട്ടുണ്ട് പൊടിച്ച്, പിന്നെ ചെറുജീരകം പൊടിച്ചത്, ഉപ്പ് എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത്, നമ്മൾ എല്ലാത്തിനും കൂടിയുള്ളതാണിത്. അപ്പോൾ ഞാനിതിൻ്റെ പകുതി ഇട്ട് കൊടുക്കണേ കേട്ടോ. പകുതി എന്ന് പറയുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതിട്ട് കൊടുക്കണേണ്. പിന്നെ ഒരു ചെറിയ കപ്പ് തൈരുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഒരു ചെറുനാരങ്ങയാണ്, അതിൻ്റെ നീരിട്ട് കൊടുക്കണം. നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്യാം. ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾക്ക് ബട്ടർ ചിക്കൻ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊന്ന് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഈ ഗ്രേവിയിലൊക്കെ കിടന്ന് റെഡി ആവുള്ളതാണ്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം ചട്ടിയിലേക്ക്.
അപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പ് ചിക്കനും റെഡി ആയിട്ടോ. നമുക്കിത് ഇനി കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് പിന്നെ ഉള്ള ഗ്രേവി റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രേവി റെഡിയാക്കാം കേട്ടോ. നമ്മൾ ആ ചട്ടി തന്നെ എടുത്തേക്കണത്. കുറച്ച് എണ്ണ ഉണ്ട്, അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചച്ചവ ഒന്ന് മാറട്ടെ. അപ്പം ഞാൻ ഈ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ എല്ലാത്തിനും തന്നെ എടുക്കണത്. കറിയും വറുക്കാനും എല്ലാത്തിനും ഇത് തന്നെ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ ഒന്ന് പതുക്കെ വാടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒപ്പം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരല്പം ചെറുജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കാം. അല്പം ഇവിടെ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കാം. കൂടാതെ കസ്തൂരി മേത്തി ഒരല്പം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് കുക്കാവട്ടെ. നമുക്ക് നോക്കാട്ടോ. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. മതി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കണം. ഇവിടെ ഗ്രേവി ഉണ്ടല്ലോ, ഞാൻ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടാ. നല്ല വെണ്ണ പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നേ ഒരു പച്ചച്ചൊവ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ജാറ് കഴുകിയ വെള്ളമൊക്കെ കൂടി ഇത്തിരി വെള്ളം കൂടി കൂട്ടണം, ചൂടുവെള്ളം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കൻ അതിൽ കിടന്ന് ഒന്ന് റെഡി ആവാനുണ്ട്. ക്രീമൊന്നും ഇട്ടിട്ടില്ല, ഫ്രഷ് ക്രീമൊക്കെ ഇടാനുണ്ട്. ഈ അരപ്പൊന്ന് നമ്മുടെ ഒന്ന് ചൂട് കയറി ഒന്ന് ആ പച്ചച്ചൊവ ഒന്ന് ഉണ്ടെങ്കിൽ മാറട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് ജാറൊക്കെ കഴുകി ഇതിനകത്തൊന്ന് നീട്ടിയെടുത്തട്ടാ. കുറച്ചൊരു 5-10 മിനിറ്റ് നമ്മുടെ അരപ്പൊന്ന് റെഡി ആയതിന് ശേഷമാണ് ഇത് നീട്ടിയേക്കണത്. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്, ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഒരല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ. ഫ്രഷ് ക്രീം ചേർത്തിട്ടില്ല, അത് കുറച്ചിടാം.
അപ്പം നമ്മുടെ ഗ്രേവി നോക്കാട്ടോ. ഗ്രേവി തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റോളം ചെറുതീയിലിടണം. അതിൻ്റെ ഗ്രേവി കിടന്നൊന്ന് റെഡി ആവാനുണ്ട് ചിക്കൻ. നമ്മൾ ചിക്കനെല്ലാം ഇട്ടിട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നോക്കാട്ടോ. ഞാനിപ്പോൾ 10 മിനിറ്റ് ഇട്ടിരുന്നു. ഗ്രേവിയിൽ കിടന്ന് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിത് പൊറോട്ടയും കൂട്ടിയാണ് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവർ കഴിച്ചിട്ട് ഐസാറ്റുകാർ ടേസ്റ്റൊക്കെ പറയട്ടെ, കമൻറ്റ് ബിലോ. ഈ സമയത്തെ നമുക്ക് ഫ്രഷ് ക്രീമാണ്, ബാക്കിയുള്ള ഫ്രഷ് ക്രീമും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഒപ്പം ഒരല്പം കസ്തൂരി മേത്തി ഇട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ 5 കിലോ ചിക്കൻ്റെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടോ. ഓക്കെ.